ഡെൻസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഉരുളക്കിഴങ്ങ് കറിയാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങിന് 3 ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കുക്കറിലിട്ട് ഒരു പ്രാവശ്യം വിസിൽ വരുന്നതിന് ശേഷം വിസിലെല്ലാം പോയതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞ് പല വലിപ്പത്തിൽ അരിഞ്ഞതാണ്. ഒരു ദിവസം വെന്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് വെച്ച് പെട്ടെന്ന് എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി അടുപ്പത്തൊരു പാൻ വെച്ച് പാൻ നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം മാത്രമേ മറ്റുള്ളത് ചേർക്കാൻ പാടുള്ളൂ. എന്താ കാരണം വെച്ചാൽ കടുക് പൊട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് കറിക്ക് കയ്പ്പ് രുചിയായിരിക്കും. കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. 2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ കടലപ്പരിപ്പും. ഇത് രണ്ടും വേറെ വേറെ ആയിട്ടെടുത്ത് ജസ്റ്റ് ഒന്ന് കഴുകിയതിന് ശേഷം വെള്ളമെല്ലാം പോയതിന് ശേഷമാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിട്ട് കഴിയുമ്പോഴേക്കും ഒരല്പം തീ കുറച്ച് വെച്ച് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ഇതിലേക്ക് വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ 3 വെളുത്തുള്ളി നേരിയതായിട്ട് നീളത്തിൽ അരിഞ്ഞത്, ഒരു തണ്ട് വേപ്പില, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. അതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ഒന്ന് ഇളക്കുക. ഒപ്പം തന്നെ നമ്മുടെ 3 സവാള വളരെ നൈസായിട്ട് വളരെ കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞതാണ്, അതുകൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കി അതിൻ്റെ കളറെല്ലാം മാറുന്നവരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. സവാള കനം കുറച്ചതിന് ശേഷം ജസ്റ്റ് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്യണമെങ്കിൽ അതിൽ നിന്ന് ആ സവാളകൾ എല്ലാം വിട്ടുവിട്ടിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ കുക്കായി കിട്ടാനായിട്ട് എളുപ്പമായിരിക്കും. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ സ്പൂൺ വെച്ചിട്ട് ഞാൻ ഒന്നുകൂടി നന്നായിട്ട് അമർത്തി കൊടുത്തത് കേട്ടോ. ഇതുപോലെ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരുവിധം സവാള എല്ലാം വഴന്നിട്ടുണ്ട്. നമുക്ക് ഇത്രത്തോളം വഴന്നാൽ മതി. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ഞാൻ അല്പം കൂടുതലാണ് ചേർക്കുന്നത്. ഇനി ഒരു നുള്ള് മുളക് പൊടി, നിങ്ങൾക്ക് മുളക് പൊടി കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇവിടെ രാവിലെ ഉണ്ടാക്കുന്ന കറികൾക്ക് ഒരല്പം എരിവ് കുറവായിരിക്കും. അങ്ങനെയാണ് സാധാരണ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടാക്കുമ്പോഴേക്കും ചെയ്യുന്നത്. കാരണം രാവിലെ എണീറ്റ് വരുമ്പോഴേക്കും ഒരല്പം എരിവ് കൂടിക്കഴിയുമ്പോഴേക്കും അത് ഇഷ്ടപ്പെടില്ല. നന്നായിട്ട് ഇളക്കി മുളകിൻ്റെ കുത്തലെല്ലാം മാറിയതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മുടെ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ്, തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളും വലിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ക്യാരറ്റും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുന്നതിന് ശേഷം ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത് പാതി വെന്ത ഉരുളക്കിഴങ്ങാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ 2 വിസിൽ വരുന്നവരെ ചെയ്തതിന് ശേഷം എടുക്കുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് നന്നായിട്ട് ഇതുപോലെ ക്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഒപ്പം തന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് അടച്ച് വെച്ച് ഒരല്പം നേരം വേവിച്ചെടുക്കണം. ഇനി നമുക്ക് ഒരല്പം നേരം അത് വേവിച്ചെടുക്കാം. ഒരടപ്പ് വെച്ച് മൂടിക്കൊണ്ട് 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ തുറന്ന് നോക്കണം കേട്ടോ. അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. വെള്ളമില്ലെങ്കിൽ ആവശ്യത്തിന് വെള്ളം ചേർക്കുക. കുറേയധികം ചാറൊന്നും വേണ്ട, ഒരല്പം കുറുകിയ അവസ്ഥ ഇതുപോലെ വേണം നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ ഒരുവിധം നന്നായിട്ട് ഉരുളക്കിഴങ്ങും അതുപോലെ ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചപ്പാത്തിനെ കൂടിയും ചോറിനെ കൂടിയും അതുപോലെ ദോശനെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തണം. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.